എന്താണ് വഴിപാട്? എന്തിനാണ് വഴിപാട്? ഒരുപാട് പേരുടെ സംശയങ്ങളാണത്. ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ ഒരു അഗ്നിഹോത്രിയാണ്. അഗ്നിഹോത്രി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പിരമിഡ്. ആ പിരമിഡ് ഒരു കോണിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പുള്ള സാധനം. അതിനകത്ത് കുറച്ച് ചാണകവർളി, അത് അഗ്നി ആക്കി സങ്കല്പിച്ച് അതിന് കർപ്പൂരമോ കുന്തിരിക്കമോ എന്തൊക്കെ ഇട്ടിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റുമോ അതൊക്കെ തെളിയിച്ച് അത് നല്ലപോലെ ജ്വാല വരുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോഴും സൂര്യൻ ഉദിക്കുന്ന സമയത്തും കുറച്ച് അരിയും നെയ്യും എടുത്തിട്ട് സൂര്യായ സ്വാഹ സൂര്യായ ഇതം നമ പ്രജാപതിയെ സ്വാഹ പ്രജാപതിയെ ഇതം നമ ഇത് ചൊല്ലിയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. എന്തിനാ ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സൂര്യായ സ്വാഹ, ഇത് സൂര്യനാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഞാൻ. സൂര്യന് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ അഗ്നിയില് സങ്കല്പത്തില് അഗ്നിയാണ് സൂര്യൻ എന്നുള്ള സങ്കല്പത്തിലാണ് അത് ഏൽപ്പിക്കുന്നത്. എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, സൂര്യായ ഇതം നമമ, ഇതൊക്കെ തന്നിട്ടുള്ളത് സൂര്യനാണല്ലോ ഭഗവാനെ എന്ന് പറയാണ്. കാരണം എനിക്ക് നെയ്യ് ഉണ്ടാവില്ല, അരി ഉണ്ടാവില്ല, തേങ്ങ ഉണ്ടാവില്ല, ചക്ക ഉണ്ടാവില്ല, മാങ്ങ ഉണ്ടാവില്ല, പൂവുണ്ടാവില്ല, ഞാനുണ്ടാവില്ല സൂര്യനില്ലെങ്കിൽ. സൂര്യനില്ലെങ്കിൽ ഇതൊന്നും ഇല്ലല്ലോ. സാധാരണ ഒരു വെള്ളം സൂര്യരശ്മി ഏൽക്കാതെ 10 ദിവസം വെച്ച് നോക്കിയാട്ടെ, ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. നമ്മളൊക്കെ കിണറിൽ പോയി കഴിഞ്ഞാൽ കിണറിന്റെ ഒക്കെ സ്ഥാനം കിഴക്ക് ഭാഗത്താണ് സാധാരണ ഉണ്ടാവുക. കാരണം സൂര്യരശ്മി രാവിലെ തന്നെ ഏറ്റോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പണ്ട് തുറന്ന കിണറുകളൊക്കെ അങ്ങനെയാണ്. അത് ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് ഒരു 3 മാസം ഇല്ലാത്തതാണെങ്കിൽ ഞാൻ ആദ്യം സാധാരണ തൊട്ടിയിട്ടിട്ട് കുറേ പ്രാവശ്യം അളക്കണം. ഞാനിപ്പോ അതല്ല ചെയ്യാറ്. ഞാൻ പമ്പ് വെച്ചിട്ട് മോട്ടർ അടിച്ചിട്ട് വെള്ളം കിണറ്റിലേക്ക് തന്നെ അടിക്കും. അപ്പൊ നല്ലോണം സർക്കുലേറ്റ് ആവും. എന്തിനാ? വായുവും ഒക്കെ സർക്കുലേറ്റ് ആവുമ്പോഴേ വെള്ളം ശുദ്ധമാവും, അല്ലെങ്കിൽ വെള്ളത്തിനൊരു അശുദ്ധി ഉണ്ടാവും. അപ്പൊ ഇത് നമ്മുടെ പാരമ്പര്യമാണ്. സൂര്യനാണ് നമ്മുടെ ഭഗവാൻ എന്ന് സങ്കല്പിക്കുമ്പോൾ ഞാൻ ഭഗവാന് കൊടുക്കുകയാണ്. ആ കൊടുത്തിട്ട് അത് എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അത് ഇവിടെ ഞാൻ അഗ്നിയിൽ കൊടുക്കുമ്പോൾ അത് വായുവായിട്ടും പുകയായിട്ടും, വായുരലിലമൃതമതേതം എന്നാണ്, വായുവിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുകയാണ്. ഭസ്മാന്തം, അവസാനം ഭസ്മമായിട്ട് മാറും. ഞാൻ എന്തിട്ടാലും, അത് ശരീരമിട്ടിട്ട് ശ്മശാനത്തിൽ തെളിയിച്ചാലും, ഞാൻ ഒരു ഹവിസില് കുറച്ച് അഗ്നിയിലിട്ടാലും, ഗണേശന്റെ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്തും ഞാൻ ഇടുന്ന സാധനങ്ങൾ ആലോചിച്ചൊക്കെ, തേങ്ങ, മലര്, മധുരമുള്ള സാധനങ്ങൾ എന്തെങ്കിലും, അത് ഒന്നുകിൽ കൽക്കണ്ടമാവാം, അല്ലെങ്കിൽ ശർക്കരയാവാം, അതും അല്ലെങ്കിൽ കേൻ ഷുഗർ, നമ്മുടെ കരിമ്പാവാം. ഈ സാധനങ്ങളൊക്കെയാണ് എനിക്ക് തിന്നേണ്ട സാധനം. ഞാൻ എന്താ കൊടുക്കുന്നത് വഴിപാടായിട്ട്? ഭഗവാന് കൊടുക്കുന്നത് ഞാൻ കഴിക്കുന്ന സംഭവം അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. ആ താങ്ക്സ് ഗിവിംഗ് ആണ് ഞാൻ കൊടുക്കുന്ന വഴിപാട് എന്ന് പറയുന്നത്. ഞാൻ 10 കിലോ അരി ഭഗവാനെടുത്ത് കൊടുക്കില്ല. അതിൽ കുറച്ചെടുത്തിട്ട് അത് ഭഗവാനെ ഏൽപ്പിക്കും. എന്നിട്ട് അതെടുത്തിട്ട് എന്റെ ഭക്ഷണത്തിന്റെ ഇടയിൽ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഒരു പറ്റ് ഇതിനകത്ത് വന്നു എന്നർത്ഥം. അത് ഒരു താങ്ക്സ് ഗിവിംഗ് ആണ് ഞാൻ കൊടുക്കുന്ന സാധനം. ഞാനിപ്പോ ഒരു കാർ മേടിക്കുന്നു, കാറിന്റെ താക്കോല് പോയിട്ട് പൂജ ചെയ്യുന്നു. ഞാൻ കാറിന്റെ താക്കോലാണ് എന്റെ കാറിന് താക്കോലില്ലെങ്കിൽ കാർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആ താക്കോലാണ് ശരിക്കും പറഞ്ഞ കാറിന്റെ റെപ്രസെന്റേറ്റീവ്. ഞാൻ കാറ് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ആലയത്തിൽ കയറ്റാറില്ലല്ലോ, താക്കോല് മാത്രമേ കയറ്റാറുള്ളൂ. അപ്പൊ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാധനം, ഞാൻ എന്താണോ കഴിക്കുന്നത്, അത് കദളിപ്പഴമാവാം, ഇന്നതാണെന്നൊന്നുമില്ല, എനിക്ക് എന്താണോ റെപ്രസെന്റേറ്റീവ് ആയിട്ട് തോന്നുന്നത് ആ റെപ്രസെന്റേറ്റീവിനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭഗവാനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പൂജാരി. എന്നിട്ടോ ഭഗവാനോട് പറയാണ് ഇത് എടുത്തോളാൻ പറയും. അതൊക്കെയാണ് അതിന്റെ ചടങ്ങുകൾ. ഇത് എടുത്തോളാൻ പറയും. അത് എടുത്തോളാൻ പറഞ്ഞ് ഭഗവാൻ കഴിച്ചു എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ ഭഗവാൻ കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗമാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. അപ്പൊ വഴിപാട് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രസാദമായിട്ട് കിട്ടാനാണ്. അപ്പൊ ഞാൻ വഴിപാടിന് റസീഡ് ഉണ്ടാക്കിയിട്ട് പ്രസാദം മേടിക്കാതെ പോയാൽ അത് നിന്ദയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ബൈ പോസ്റ്റ് അയച്ചോളൂ, പക്ഷെ അതിന്റെ ഒരു പ്രസാദം നിങ്ങൾക്ക് ബൈ പോസ്റ്റ് റിപ്ലൈ വരണം. അങ്ങനെ വരാതിരുന്നാൽ നിങ്ങൾ ഭഗവാന് കൊടുക്കുന്നു, എനിക്കത് വേണ്ടാന്ന് പറയുന്നു. അങ്ങനെ വേണ്ടാന്ന് പറയുന്ന സാധനം കൊടുക്കാനുള്ള സ്ഥലമല്ല അത്. ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, അതിന് തിരിച്ച് എനിക്ക് കുറച്ച് വേണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലൊക്കെ തെയ്യത്തിന്റെ കാലത്ത് ചെറിയ തെയ്യം, വേടൻ എന്ന് പറയുന്ന ഒരു തെയ്യം വരും, കൊച്ചു തെയ്യം വരും. ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെല്ലോ ഒക്കെ കൊടുക്കും. എന്ത് സാധനം കൊടുത്താലും അതെടുത്തു കഴിഞ്ഞിട്ട്
കുറച്ചൊന്നും എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ നമുക്ക് തരും. അതാണ് പ്രസാദം. എപ്പോഴും അതാണ്. നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾക്ക് നമുക്കൊരു സിംബോളിക് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്ന് പറയും. ആ ഗ്രാറ്റിറ്റ്യൂഡാണ് അത് നമ്മുടെ പാരമ്പര്യത്തിൽ മാത്രമല്ല, എല്ലാ പാരമ്പര്യത്തിലും എല്ലാ ആചാരങ്ങളിലും ഇതൊരു ഭാഗമാണ്. അതിന്റെ എല്ലാ മഹർഷിമാർക്കും എല്ലാ പ്രീസ്റ്റിനും എവിടെയായാലും കാണാം നമുക്ക്. അവരൊക്കെ ആദ്യം, അതുകൊണ്ടല്ലേ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അപ്പവും വീഞ്ഞും എന്ന് പറയുന്ന സങ്കല്പം. അവരുടെ സങ്കല്പങ്ങളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ. അപ്പൊ നമ്മുടെ സങ്കല്പത്തിൽ ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് ഇവിടുത്തെ പഞ്ചഭൂതാത്മകമായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ള വെള്ളം, വായു, ഇതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൽക്കട്ട പോയ സമയത്ത് സൂര്യന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒരു സങ്കല്പത്തില് അന്ന് ആഘോഷമായിരുന്നു. അവരെന്താ ചെയ്തത്? അവരവിടെ കൊണ്ടുപോയിട്ട് അവരെ ഏൽപ്പിക്കുകയാണ്. അത് ദീപം കത്തിക്കുക. ദീപം നമ്മൾ എന്തിനാ വെള്ളത്തിൽ കൊടുക്കുന്നത്? അത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചിട്ട് പറയാണ്, ഈ വെള്ളമാണ് എനിക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നത്. വെള്ളം ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ലല്ലോ. അത് എന്നിട്ട് എല്ലാ സ്ത്രീകളും നിലത്ത് കിടന്ന് നമസ്കരിക്കുന്നതാണ്. അത് ഭൂമിയാണ് എനിക്കെല്ലാം തരുന്നതുകൊണ്ട് ഞാൻ നമസ്കാരം. ഞാൻ എന്റെ കാല് വെച്ച് നടക്കാണ്. ഏതിലാ നടക്കണത്? ഭഗവാന്റെ മേത്താണ്, സീതാദേവിയുടെ മേത്താണ് നമ്മുടെ കാല് വെക്കുന്നതും ഒക്കെ. എല്ലാ വേണ്ടാത്ത സാധനവും അവിടെ വലിച്ചിടുന്നത്. അത് വേറെ രക്ഷയില്ല എനിക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ അതിന് മാപ്പപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ശ്ലോകങ്ങളിലും എല്ലാ പ്രയേഴ്സിലും ഇത് അതിന്റെ ഭാഗമാണ്. വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നാണ് ചൊല്ലുന്നത്. അതൊരു സിംബോളിക് അല്ലേ? എന്ന് വെച്ചിട്ട് നമസ്കരിച്ചുകൊണ്ട് എനിക്ക് കാല് വെക്കാണ്ട് നാളെ ഒരു കൈകുത്തി നടക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ നമസ്കരിച്ചതുകൊണ്ട് എന്താ, ദേവിക്ക് എന്താ ഗുണം, ഭൂമിക്ക് എന്താ ഗുണം വെച്ചാൽ ഇല്ല. എന്റെ മനസ്സിനെ സംസ്കരിക്കലാണ് ഇതിന്റെയൊക്കെ ആവശ്യം. ഞാൻ എന്റെ ഏറ്റവും നല്ല ഇഷ്ടമുള്ളൊരു സാധനം, നമ്മളിപ്പോ കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടമുള്ളൊരു സാധനം ഉപേക്ഷിക്കണം എന്ന് പറയും. എന്തിനാണ്? എനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു സങ്കല്പം നമ്മൾ ഉണ്ടാക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഈഗോ എന്ന് പറയുന്നത് എന്റെ ഹെയർ സ്റ്റൈലാണ്. ആ ഹെയർ സ്റ്റൈലിലുള്ള ആ ഹെയർ ഞാൻ റിമൂവ് ചെയ്തിട്ട് സറണ്ടർ ചെയ്യാണ് ഭഗവാന് തിരുപ്പതിയില്. അപ്പൊ എനിക്ക് വേണ്ട എന്ന് വെക്കുന്ന ഒരു നാളികേരം എന്ന് പറഞ്ഞത് എന്റെ ഈഗോ ആണ്. അതിൻ്റെ ഉള്ളിൽ കുറെ നന്മയുണ്ടാവും. അതിനെ അടിച്ചു പൊളിക്കുന്നതാണ് നാളികേരം സമർപ്പിക്കുക എന്നുള്ള അർത്ഥം. അത് 1000 എണ്ണം ചെയ്യണോ 1 ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ധനവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സങ്കല്പവും അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് എന്ത് കൊടുക്കണം എന്ത് ചെയ്യണം എന്നുള്ളതല്ല. ഫലം, പുഷ്പം, തോയം എന്ത് വേണമെങ്കിലും ആവാന്ന് പറഞ്ഞല്ലോ. എന്ത് വേണമെങ്കിലും പത്രം വേണമെങ്കിൽ പത്രം കൊടുക്കാന്ന്, ഇല വേണമെങ്കിൽ ഇല കൊടുക്കാം. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതല്ല, ആ കൊടുക്കുന്നതിലുള്ള സങ്കല്പമാണ്. ആ സങ്കല്പം എന്താണ്? നമ്മൾ തിരി കത്തിക്കണമെന്നോ അല്ലെങ്കിൽ തിരി തെളിയിക്കണമെന്നോ വിളക്ക് കത്തിക്കണമെന്നോ വിളക്ക് തെളിയിക്കണമെന്നോ ദീപം വേണമെന്നോ ഒന്നുമില്ല. മാനസപൂജ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഞാൻ ഒന്നും പുഷ്പം കൊടുക്കണമെന്നുമില്ല. അത് കൊടുക്കുന്നതിനൊക്കെ ഓരോ സമയത്തും നമ്മൾ കൊടുക്കുന്നതിന്റെ സങ്കല്പത്തിനാണ് പ്രാധാന്യം. ആ സങ്കല്പം എത്രത്തോളം നമുക്ക് പറ്റുമോ ആ സങ്കല്പത്തിനനുസരിച്ച് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ഭഗവാന് മനസ്സിലാവും എന്നുള്ളതാണ്. കാരണം ഇതൊന്നും നമ്മുടേതല്ല, ഇതൊക്കെ ഭഗവാന്റെയാണ്. ഭഗവാന്റെ നമ്മൾ ഭഗവാന് പിടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എന്റെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ നന്നാക്കിയെടുത്ത് ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. അത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ സങ്കല്പം. ആ സമയത്ത് എന്ത് ചൊല്ലണം എന്നൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് കുഴപ്പം. അത് ചെല്ലുന്നത് അറിയുമെങ്കിൽ എളുപ്പം നമുക്ക് മനസ്സിലാവും. അത് ചൊല്ലാണ്ട് കൊടുക്കുമ്പോഴാണ് നമ്മളിത് വെറും ആചാരങ്ങൾ കാട്ടിക്കൂട്ടൽ മാത്രമായി മാറിയിരിക്കുകയാണ്. ആ ഭഗവാൻ കൊടുക്കുന്ന സമയത്ത് എന്താണോ പൂജാരി ചൊല്ലുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, അവര് പറയുന്ന വാക്കുകൾ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓ ഇത് കൊടുക്കുന്നതിന് ഇങ്ങനെയാണ് ആചാരം. അതും കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് കൂടി ഉണ്ടായിട്ട് ചോദിക്കുക, എന്താണ് ചെയ്തത്, എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുക. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് അതിനൊരു സുഖം ഉണ്ടാവും. അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അറിയാതെ ചെയ്യുന്നതിനേക്കാളും ഗുണം ഉണ്ടാവും. വളരെ മനോഹരമായിട്ട്. കാരണം ഓരോ വഴിപാടുകളും നമ്മുടെ സങ്കല്പം എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കെല്ലാം നൽകിയിട്ടുള്ള പ്രകൃതിയെ, ഈശ്വരനെ, പ്രപഞ്ച ശക്തിയെ നമ്മൾ സ്മരിച്ചുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഓർമ്മപ്പെടുത്തലാണ് വഴിപാടുകൾ. അപ്പോഴേ അതിന് പൂർണ്ണമായിട്ടും നമുക്കത് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ജ്ഞാത്വാ കർമാദി കുർവീത എന്ന് പറയുന്നുണ്ട്. എന്തും അറിഞ്ഞു ചെയ്യുക, അപ്പോൾ മാത്രമേ അതിനർത്ഥമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ. വളരെ വ്യക്തമായിട്ട് മനോഹരമായിട്ട് ഓരോ ഉദാഹരണങ്ങളോട് കൂടിയിട്ടാണ് ആദരണീയനായിട്ടുള്ള TPSD നമുക്കിതെല്ലാം വിവരിച്ചു നൽകിയത്. ഒരുപാട് സമയമായി. അതുകൊണ്ട് ഇന്നത്തേക്ക് അങ്ങേക്ക് വിടാൻ അനുവദിക്കുകയാണ്. ഒരുപാട് നന്ദി. പാദ നമസ്കാരത്തോടു കൂടി നന്ദി, നമസ്കാരം. വന്ദേ മാതരം.